നമസ്കാരം. UK Buddies-ന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഡെർബിഷെയറിലെ നമ്മുടെ ക്രൂക്കറ്റ് സ്പൈർ, അതായത് 13-ാം നൂറ്റാണ്ടിലാണ്. 1300 കാലഘട്ടം. 13-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ മിഡിൽ ഓഫ് ദി 13-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് നടന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. കാണാം. പോകുന്നതനുസരിച്ച് ബാക്കി പറയാം. അപ്പൊ അതിന്റെ ചുറ്റുമുള്ള കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടൗണിന്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു ചർച്ച് നിൽക്കുന്നത്. അപ്പൊ ഇതിന് ചുറ്റുമായിട്ട് മനോഹരമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അപ്പൊ അത് പള്ളിയുടെ ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ദിനം പ്രതിദിനം നമ്മുടെ പുറകെയാണ് ഇങ്ങനെ ഓരോരുത്തർ പള്ളിക്ക് ഉള്ളിലേക്ക് കയറുന്ന കുട്ടികളൊക്കെ ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ആ പള്ളിക്കുള്ളിലേക്ക് എന്തായാലും നമുക്ക് കയറാം. ഈ ചെടിയുടെ ഡിസൈൻ കണ്ടോ, ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നേരത്തെ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. ആ പള്ളിക്കുള്ളിലേക്ക് കയറാൻ പോകണം. വളരെ നിശബ്ദതയോടെ കയറുന്നത്. അത് അങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ക്യാമറ നോക്കല്ലേ. അപ്പോൾ നമ്മൾ ക്രൂക്കറ്റ് സ്പൈറിൻ്റെ ഉള്ളിലാണുള്ളത്. സോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ നമുക്ക് അധികം ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഒരുപാട് സ്ഥലമാണ്.
പള്ളിക്കുള്ളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാർഡൻ നമുക്കൊരു ബൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ വാർഡനെടുത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ. ഇവിടെ നിന്നാണ് ജ്ഞാനസ്നാനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതും അതിൻ്റെ പഴയ കാലത്താണ്. എത്രയോ വർഷം പഴക്കമുണ്ട്. ഞാനിത് കാണിക്കാം. കല്ലിൽ കൊത്തിയതാണത്. ഇത് ചാപ്പിലാണ്. നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്ര മനോഹരമാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഞാൻ വിഷ്വൽസൊക്കെ എടുക്കുന്നുണ്ട്. പരമാവധി നമ്മൾ ഏറ്റവും നല്ല ബ്യൂട്ടി ആയിട്ട് തന്നെ നമ്മൾ ഇതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ മാതാവിൻ്റെ ഉണ്ണിയേശുവിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അതിപുരാതനമായ പള്ളിയാണെങ്കിൽ ഇപ്പോഴും വളരെ നവീകരിച്ച് നല്ല രീതിയിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇത് പഴങ്ങളും കൊണ്ട് ഒറിജിനൽ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ആട്ടോ. ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ സാധാരണ നമ്മുടെ പഴമുണ്ട്, റോബസ്റ്റ പഴമുണ്ട്, പിന്നെ ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, ചെറിയ ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, മുന്തിരി ഉണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഈ ചേച്ചിമാരാട്ടോ ഇവിടെ നിന്ന് അതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് മോൾ ഭാഗം കണ്ടു. ഈ ചേച്ചിമാരാണ് ഇവിടെയുള്ള ഫുള്ള് ക്രിസ്മസ് ട്രീയും ഈ ഡിസൈനിൽ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ചേച്ചിമാർ സ്വരൂപമായിട്ട് സംസാരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വരൂപ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. മറ്റൊരു ക്രിസ്മസ് ട്രീ ആണ്. ഇത് വേറൊരു ക്രിസ്മസ് ട്രീ. നമ്മളൊന്നും ജീവിതത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. ഇത്രയും ക്രിസ്മസ് ട്രീ ആണ്.
ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു എപ്പിസോഡ് എടുക്കാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഡിസൈൻ എത്ര ഈശോയുടെ പീഡാനുഭവം തൊട്ടിട്ട് ജനനം മുതൽ പീഡാനം വരെയുള്ള എല്ലാം ആ ഫോട്ടോയിലുണ്ട്. അതായത് ഞാനിപ്പോൾ ചോദിച്ചു അപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കുന്ന ക്രിസ്മസ് ട്രീസ് ഒക്കെ കണ്ടോ, ആ ക്രിസ്മസ് ട്രീ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പിൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ മൂലം ഇങ്ങനെയുള്ള സംഗതി വെച്ച് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ്, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, അവർ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ വന്ന് അത് ചെയ്യുന്നതാണ്. അതിന് വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഇരിക്കുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് 2 പേരാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസം ഇത് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് ചിലപ്പോൾ ഒരു 4 ദിവസം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ ദിവസം എടുക്കും. അപ്പോൾ എന്നാലും അവർ ടൈം എടുത്ത് അവരതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്ക്. ഓക്കെ. Yeah, we came last year. Okay. And there's even more trees. So it's lovely. And I take pictures of all of them and then I can look again. Lovely, yeah. And there's so many amazing ideas and Yeah, I've seen the two. They were doing all these types of things. Yeah, and the ones that they've made out of wood and the children's ones, they're lovely. The ones that the children's. ഇത് വാഹനങ്ങൾ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. വാഹനങ്ങൾ, ചെറിയ ചെറിയ വണ്ടികളൊക്കെ. നിങ്ങൾക്കിത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു വേണം പറയാം അല്ലേ? ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ ഇതിനകത്ത് പുറത്ത് നിന്നപ്പോൾ ഇത്രയൊരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഇതിനുള്ളിലേക്ക് ഇതേണ്ട ഇതിൻ്റെ പഴയ പിക്ചർ, ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെയാണ് ഈ കാണുന്നത്. ക്രിസ്മസ് കേട്ടിട്ടോ അല്ല, ഇത് ശരിക്കും പൂങ്കാവനമായിട്ട് തന്നെ വന്നല്ലേ? ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് കാണുന്നത് ഇതുണ്ടോ? ഒരു പട്ടിക്കുട്ടനെ ഈ ക്രിസ്മസ് ട്രീ കാണാനുള്ള തിരക്കാണ്. Good morning. Good morning, sir. How can I help you? See, so we would like to know about the church and everything. It looks lovely in here, for the crowds and everything. But I know so we need to know more about the church and everything. Very well. Well, good morning to you all from a very bright and sunny November morning in Chesterfield. You are at the Crooked Spire Church, better known as St Mary and All Saints, and the church itself stands on a site where there has been worship for over 1,000 years. The Crooked Spire was a church that was dedicated in 1234, but it has said it's the third church on this site. The first church would have been a Saxon church, would have been here around 750 AD, and then there was a Norman church around 1100. This church, dedicated in 1234, is the third church on this site. It's known primarily for the very strange spire on top of it. Yeah, and a lot of people ask us, well, was it built like that? Did it go like that accidentally? Was there damage done to it? Well, the answer is a lot more complicated. Okay. And rather than take up so much of your time, because I'm sure you've got lots of other wonderful places to go and see, in brief, the spire itself was an addition to the church. It wasn't originally part of the design. And it was added round about 1360. It was built during a period in the UK known as the Black Death, which meant that a lot of the skilled craftsmen who built it died. So it was built in stages rather than being built in one movement. It was built using oak called Sherwood Forest, which is not too far away. And it would have been what they call green, that was unseasoned. It would have taken a long time for the big trunks of oak to dry out. So medieval carpenters used green wood, they were used to it. But they built it with green wood and then they put tiles on it as well. Over a period of centuries,
There were Black Death taking away the skilled craftsmen. People worked on it as and when they could. But eventually it was completed, and it would have been perfectly straight when it was built. But we believe it was intended to be pushed into a twist over time as the wood seasoned, and skilled craftsmen would have made sure that the bracing inside it was moved appropriately. It was a technology, isn't it? That's right. The people then knew what they were doing. However, eventually, in the 1600s, we're moving forward about 3 centuries, you find that you have a structure that is not particularly safe. So they remove the top 25 feet of it. Okay. They replace that with pine, and they take off all the oak tiles. And what was becoming popular in England at that time was to put lead on church roofs to stop the water getting in. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എന്താണ് ക്രിസ്മസ് ട്രീക്ക്? പല വിധത്തിലുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് സുരൂപിൻ്റെ അഭിപ്രായം? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ നമ്മുടെ ക്രിക്കറ്റ് സ്പയറിലെയും അതിനുള്ളിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. നമ്മൾ എന്താണോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അത് അതുപോലെ നിങ്ങളുടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.